സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഏത്തപ്പഴം ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഈ പലഹാരം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. വെൽക്കം ടു ടെസ്റ്റഡ് ആൻഡ് ടേസ്റ്റഡ് ചാനൽ. ഈ സ്നാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം ഏത്തപ്പഴം വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 3 ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് ആവിയിലൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. നല്ല പഴുത്ത ഏത്തപ്പഴം ആണെങ്കിൽ അത്രയും നല്ലത്. ഇത് 2 പീസാക്കി കട്ട് ചെയ്തെടുത്ത് വേവിച്ചെടുക്കാം. നമുക്ക് ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ വെന്ത് കിട്ടണം. എന്നിട്ട് ഇത് നമ്മൾ ചൂടാറിയതിന് ശേഷം നല്ല പോലെ ഉടച്ചെടുക്കണം. ഫോർക്ക് ഉപയോഗിച്ചോ ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കേണ്ടതുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഇതിലേക്ക് വേണ്ട ഫില്ലിങ് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു ഫ്രൈങ് പാൻ ചൂടാക്കിയ ശേഷം അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കശുവണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കണം. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവേ. അതുപോലെ ഈ കശുവണ്ടിപ്പരിപ്പ് ചേർക്കുന്ന സമയത്ത് ചെറിയ പീസാക്കി നുറുക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് എള്ളാണ്. 1.5 ടീസ്പൂൺ എള്ളാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതും ചേർക്കാം. ഇത് ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്ത് ഇതിലേക്ക് നമുക്ക് അരമുറി തേങ്ങ ചിരകിയതും കൂടി ചേർക്കണേ. തേങ്ങ ചിരകിയതും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നല്ല പഴുത്ത ഏത്തപ്പഴമാണ് നമുക്ക് ഇതിലേക്ക് തയ്യാറാക്കുന്നതെങ്കിൽ നല്ലതാണ്. അതല്ല എങ്കിൽ ഇതിലേക്ക് ഈ ഫില്ലിങ് തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. 2.5 ടീസ്പൂൺ അടുത്ത് പഞ്ചസാര ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫില്ലിങ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി വേണ്ടത് റൊട്ടിപ്പൊടിയാണ്. റൊട്ടി മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അതുപോലെ തന്നെ 2 മുട്ടയുടെ വെള്ള വേണം. ഇതും റെഡിയാക്കി വെച്ച ശേഷം നമ്മൾ നേരത്തെ ഉടച്ചെടുത്തിട്ടുള്ള ഏത്തപ്പഴം കയ്യിൽ അല്പം നെയ്യ് പുരട്ടിയ ശേഷം ഒന്ന് പരത്തി അതിലേക്ക് ഓരോ സ്പൂൺ വീതം ഫില്ലിങ് വെക്കാം. ഫില്ലിങ് വെച്ച ശേഷം ഇതുപോലെ ബോൾ പോലെ ഉരുട്ടിയിട്ടെടുക്കാം. ഈ രീതിയിൽ തന്നെ നമുക്ക് എല്ലാം ബോളാക്കിയിട്ടെടുക്കാം. എന്നിട്ട് ഓരോ ബോളും മുട്ടയുടെ വെള്ളയിൽ മുക്കി റൊട്ടിപ്പൊടിയിൽ പൊതിഞ്ഞ് എണ്ണയിലിട്ട് വറുത്തെടുക്കണം. ഓരോ ബോളായിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. 2 സൈഡ് നല്ല രീതിയിൽ മുരിഞ്ഞ് കിട്ടേണ്ടതുണ്ട്. ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടുന്ന സമയത്ത് ഒരു സ്പൂൺ യൂസ് ചെയ്ത് അടുത്ത സൈഡ് കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് വറുത്തെടുക്കാനേ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബനാന സ്വീറ്റ് ബോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് കോരിമാറ്റാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി എത്താം. അതുവരെ ബൈ ബൈ.